ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചെമ്മീനും വൻപയറും കൂടിയിട്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, ചോറ് കഴിക്കാനൊക്കെ ആയിട്ട്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളത് മസാല പുരട്ടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ സാധാ ഓയിലൊക്കെ വറുക്കാറുണ്ടല്ലോ, അപ്പോൾ ഇതിന് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അരയരുത്, നമ്മൾ ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ. ഒരുപാട് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഇത് അരഞ്ഞു പോവും. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചതക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ, ആ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ കൂട്ട് ചതക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് കഴിക്കാനൊക്കെ ഈ ഒരു തോരൻ അടിപൊളിയാട്ടോ. വേറെ ഒന്നും വേണ്ട, സൈഡ് ഡിഷായിട്ട് പോലും ഒന്നും വേണ്ട, ഈ ഒരു തോരൻ മാത്രം വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അത്രയ്ക്ക് രുചിയാണ് ചെമ്മീനൊക്കെ ചേർന്നത് കൊണ്ട്. ഇനി നമ്മൾ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീന് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയർ ഒരു മുക്കാൽ വേവായപ്പോഴാണ് ഞാൻ ഈ ഒരു ചെമ്മീന് കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പൾസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു 2 കഷ്ണം 3 കഷ്ണമൊക്കെ ആയിട്ടുള്ള, ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തോരൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, നമുക്കൊരു വെറൈറ്റിയാണ് ഈ ഒരു ഡിഷ്. ഇപ്പോൾ 2-3 മിനിറ്റ് ഞാനിത് ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ പയറിലേക്ക് വരാൻ വേണ്ടി മൂടി വെച്ചിരുന്നു. ഇപ്പോൾ നമ്മളുടെ പയർ റെഡി ആയിട്ടുണ്ട്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ചോറിനൊപ്പം കൊടുത്തേക്കാൻ നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.